ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഗ്നിപരീക്ഷ എപ്പിസോഡ് നമ്പർ 2 ഇന്നലെ ഹോട്ട്സ്റ്റാറിൽ രാത്രി 12 മണി അല്ലെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഞാൻ കുറെ കഴിഞ്ഞപ്പോഴാണ് കാണും. വീഡിയോയിലോട്ട് പോകുന്നതിനും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്നലത്തെ എൻ്റെ വീഡിയോയുടെ ഇടയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. നീ വെള്ളം അടിച്ചിട്ടാണോ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ വെള്ളം അടിക്കാറില്ല എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ വെള്ളം അടിക്കാറില്ല, സിഗരറ്റ് വലിക്കാറില്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. മേ ബി നിങ്ങൾക്ക് എൻ്റെ സംസാരം കുഴയുന്നത് പോലെ തോന്നിയതിൻ്റെ കാരണം എനിക്ക് ഈ നാക്കിൽ ഈ തുമ്പത്തായിട്ട് ഞാൻ കടിച്ചിട്ട് അവിടെ പൊട്ടിയിരിക്കുകയാണ്. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരിടത്ത് ഒരു സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ അവിടെ മൗത്ത് അൾസർ ഉണ്ടാവും. അന്നേരം നാക്കിൻ്റെ അറ്റത്ത് ഇപ്പോഴും മാറി വരുന്നതേ ഉള്ളൂ. ആ ഒരു സംഭവമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം നല്ല വേദനയുണ്ട്. നമ്മൾ നാക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടുമ്പോൾ. അതുകൊണ്ടാണ് ഒരു കുഴച്ചിൽ ഫീൽ ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ. ഓക്കെ, അല്ലാതെ ഞാൻ വെള്ളം അടിച്ചിട്ടൊന്നുമല്ല. അപ്പം അതിനുള്ള മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നിനി വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് കാര്യം പിടികിട്ടി. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പണിപാടും. അതുകൊണ്ട് ഇന്ന് സെക്കൻഡ് ബാച്ചിനാണ് വിളിച്ചത്. ഇന്നലെ നമ്മൾ 40 പേരെ കൊണ്ടുപോകും, 40 പേരെ കൊണ്ട് പൂട്ട് ഉറപ്പിച്ചിട്ട് 20 പേരെ അകത്ത് കയറ്റി 20 പേരെ ഔട്ടാക്കി. ഈ ഔട്ടാക്കി 20 പേർക്ക് ഇന്ന് ചാൻസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 20 പേരെയാണ് ഇന്ന് ഇവർ കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ടില്ല, അംഗനവാടി പിള്ളേരുടെ കൂട്ട് കളിക്കാനാണ് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞ് നിൽക്കുവാണെങ്കിൽ നടക്കത്തില്ല. ഇത് ബിഗ് ബോസ് ആണ്. അവിടെ പട്ടിഷോ കാണിക്കണം, അലമ്പ് കാണിക്കണം, എല്ലാ പരിപാടികളും കാണിക്കണം, കൗണ്ടർ അടിക്കണം, ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കണം ഇവറ്റകളെ അകത്തോട്ട് വിട്ടത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ കണ്ട ഒരു സാധനമായിരുന്നില്ല ഇന്ന് കണ്ടത്. ഇന്ന് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട്, അതിപ്പം കണ്ടസ്റ്റൻസ് മാത്രമല്ല ജഡ്ജസ്മാരടക്കം ഇന്ന് ഈ 3 പേരും, അഖിൽമാരാറും റിയാസും രഞ്ജിനി ഹരിദാസും 3 പേരും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാർക്ക്. സോ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് രഞ്ജിനി ഹരിദാസ് ആണ്. രഞ്ജിനി ഹരിദാസ് ആണ് ഇന്നത്തെ എപ്പിസോഡ് തൂക്കിയത്. പുള്ളിക്കാരത്തെയാണ് നല്ല രീതിയിൽ വന്ന കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തിയുടെ വായിന്ന് വന്നത്. നീയൊക്കെ ഒരു കോപ്പ് കൂടെ ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരത്തി കേട്ടോ. അപ്പം ഇന്നത്തെ എപ്പിസോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ടതിന്റെ ബാക്കി, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ 20 പേരെ, മറ്റേ പൂട്ട് തുറന്ന് 20 പേരെയാണ് ഇന്നലെ കൊണ്ടുവന്നതെങ്കിൽ ഇന്ന് കൊണ്ടുവന്ന ആളുകൾ ഈ പൂട്ട് തുറക്കാത്ത 20 പേരെയാണ്. അവരുടെ മത്സരമാണ് ഇന്ന് നടന്നത്. ആദ്യം തന്നെ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഡാൻസ് കളിച്ച് ഒരു എനർജി കയറ്റിയാണ്, എനർജി കേറട്ടങ്ങോട്ട് എന്നും പറഞ്ഞിട്ടാണ് ഇവരെ ഇൻട്രൊഡ്യൂസ് അങ്ങോട്ട് ചെയ്തത്. ആൻഡ് നമ്മൾ ഇന്നലെ കണ്ട സെയിം പാറ്റേൺ തന്നെ ഇവിടെ അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. 3 ജഡ്ജസ്മാരും 3 ടീം രൂപീകരിക്കുകയാണ്. എന്നിട്ട് ഓരോ ടീമിനും ഓരോ ടാസ്ക് കൊടുക്കുന്ന രീതിയിൽ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇവരുടെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഇന്നലെ വന്ന കണ്ടസ്റ്റൻസിന്റെ കൂട്ടത്തിൽ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞ സമയത്ത് രഞ്ജിനി ഹരിദാസും അതുപോലെ തന്നെ റിയ സലീമും പറയുന്ന പേര് പൂജയുടെയാണ്. പൂജയാണ് മറ്റുള്ള പൂട്ട് തുറക്കാതെ കടന്ന് മോങ്ങിയ പെണ്ണ്, അതിന്റെ പേരാണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡന്റ് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ പൂജ ആരും മറക്കത്തില്ല. അന്നേരം ഇവർ രണ്ടുപേരും എടുത്ത് പറയുന്ന പേര് പൂജയാണ്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയ വേറൊരു ക്യാരക്ടർ വേറൊരു പൂജയാണ്. പൂജയാണെങ്കിൽ ഓവറായിരുന്നു. പക്ഷെ ഓവറായി കഴിഞ്ഞാൽ നാട്ടുകാരെ ശ്രദ്ധിക്കത്തുള്ളൂ എന്ന് പറയുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തി നല്ല രീതിയിൽ ഓവറാക്കി വെറുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ജഡ്ജസ്മാർക്കും അത്ര അങ്ങോട്ട് സൂചിച്ചിട്ടുണ്ടായിരുന്നില്ല. എടുത്ത് അപ്പോഴേ ഔട്ട് ഹൗസിൽ ഇടുന്നുണ്ടായിരുന്നു. നമുക്ക് അതിലോട്ടൊക്കെ വരാം. ആൻഡ് ഈ ജഡ്ജസ്മാർ ഈ ആളുകളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഈ റിയാസ് സലീമും അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസ്, അഖിൽമാരാറ് അവർ പല മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. റിയാസ് സലീമും സെലക്ട് ചെയ്യുന്ന മാനദണ്ഡം എന്താണെന്ന് സ്റ്റിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവന്റെ ലുക്കുള്ള ഇവനെ പോലെ തോന്നുന്ന ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഇന്നലെ ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചു പോയ ഒരു കാര്യമാണ്, എന്നാലും അത് പറയാതിരിക്കാൻ തോന്നുന്നില്ല. ഇന്നലെ ഇവൻ ആദ്യത്തെ മെമ്പറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ബ്രൗൺ ഗേൾ കമോൺ എന്നും പറഞ്ഞിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ബ്രൗൺ ഗേൾ. അവിടെ ആ പെണ്ണിന്റെ കളർ എടുത്തു പറയേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു. പിന്നെയും എന്തിന്? എന്നിട്ട് ആ പെണ്ണ് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ എന്റെ കുട്ടിക്കാലം തൊട്ട് എന്റെ സ്കിന്നിന്റെ പേരിൽ എന്നെ ആളുകൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ട്രോമയുള്ള ഒരു പെങ്കൊച്ചിനെയാണ് ദാറ്റ് ബ്രൗൺ ഗേൾ എന്ന് പറഞ്ഞ് വിളിച്ച് കൊണ്ടുവരുന്നത്. ഒരു മനുഷ്യന്റെ കളർ വെച്ചിട്ട് അവരെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവൻ ബ്രൗൺ ആണോ അതോ ബ്ലാക്ക് ആണോ അതോ വൈറ്റ് ആണോ എന്ന് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവിടെ എവന് വേണമെങ്കിൽ വന്നിരുന്ന് ന്യായീകരിക്കാം. നിന്റെ കണ്ണില് ബ്രൗൺ ഒരു മോശമായിട്ട് തോന്നുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരിക്കലും പറയത്തില്ല എന്റെ കണ്ണിൽ അങ്ങനെ തോന്നിയത് കൊണ്ടല്ല. ഇപ്പോഴും നിറത്തിന്റെ പേര് അധിക്ഷേപങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു പെണ്ണെടുത്തിട്ട് ദാറ്റ് ബ്രൗൺ ഗേൾ കമോൺ എന്ന് പറയുമ്പോഴത്തേക്ക് അത് തോന്നിവാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ള കാര്യം പറയാമല്ലോ. നിനക്ക് അങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇപ്പൊ നീ ഇപ്പൊ അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ബ്രൗൺ ഒരു മോശം കളറാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നീ അങ്ങനെ നാളെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നേ ചോദിക്കാവുള്ളൂ, നീ എന്തിനാ പിന്നെ ഈ കണ്ടമാനം പുട്ടി നിന്റെ മുഖത്ത് വാരിയിട്ടുണ്ട് വരുന്നത്? ഇല്ല പെയിന്റ് പണിക്കാരില്ല പെയിന്റ് കരട്ടാൻ വേണ്ടി ഒരു സാധനം കൊണ്ടുപോകും, ഇല്ല പ്ലേറ്റ് കൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് ഇവന്റെ മുഖത്ത് ചുരണ്ടി കഴിഞ്ഞാൽ 1 കിലോ പുട്ടി കിട്ടും. ആ സാധനമായിട്ടാണ് ഇവൻ കയറുന്നത്. നിനക്ക് അത്ര കളറിനകത്ത് കോംപ്ലക്സ് ഇല്ലെങ്കിൽ നീ എന്തിനാണ് അതും ഇട്ടുകൊണ്ട് കയറുന്നത്? അപ്പം അങ്ങനെയുള്ള പരിപാടികളൊന്നും എനിക്ക് അങ്ങോട്ട് സൂചിക്കത്തിലുള്ള കാര്യം പറയാമല്ലോ. ഇത് ഇന്നലെ പറയണമെന്ന് വെച്ചതാണ്. പിന്നെ വേറൊരു തരത്തിൽ അത് പോകുന്നതിന്റെ പേരിലാണ് ഞാൻ പറയാതിരുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്തോട്ട് വരാം ഗൈസ്. വന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ പൂജ പണി തുടങ്ങി.
ഇതാണ് മറ്റേ പൂജ. ഇന്നലത്തെ പൂജ കരഞ്ഞ വീട്ടമ്മ പൂജ, ആ പൂജ അല്ല ഈ പൂജ. ഈ പൂജ വന്നപ്പോൾ തന്നെ പറയുകയാണ്, ഇന്നലെ പൂജ കരഞ്ഞു മെഴുകിയതിന്റെ പേരിൽ മാത്രമാണ് അവള് ആ ഒരു പൊസിഷൻ അവൾക്ക് കിട്ടിയത്, അവൾക്ക് ആ 20ാമത്തെ പൊസിഷൻ കിട്ടിയത്. നമുക്ക് ഡിസർവിങ് ആയിരുന്നു, അതായത് എനിക്ക് പുള്ളിക്കാരത്തിന്റെ കയ്യിലും താക്കോലുണ്ടായിരുന്നു, എനിക്ക് ഡിസർവിങ് ആയിട്ടുള്ള പൊസിഷൻ എനിക്ക് കിട്ടിയില്ല, ഞാൻ തഴയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തെ ഡയലോഗ് അടിക്കുന്നത്. ഇവിടം തൊട്ടാണ് രഞ്ജിനി ഹരിദാസ് അങ്ങോട്ട് കയറി അങ്ങോട്ട് മെയ്ത് തുടങ്ങുന്നത്. നിന്റെ അടുത്തൊക്കെ ചോദിച്ചിരുന്നോ? കറക്റ്റാണ്, നിന്റെ അടുത്തൊക്കെ ചോദിച്ചില്ലട്ടല്ലേ പൂജ അങ്ങോട്ട് വിട്ടത്. അന്നേരം ആർക്കും ഒന്നും മിണ്ടണ്ട, ആ കുഴപ്പമില്ല വിട്ടോ വിട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് പറയാണ് പൂജ കരഞ്ഞു മെഴുകിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. രഞ്ജിനി പോയി പണി വെക്കാൻ പറയാം അടുത്ത്. അതാ പറഞ്ഞത്, രഞ്ജിനി തകർത്തുന്നല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ജഡ്ജസ്മാരെ വെറുതെ അവിടെ കൊണ്ടിരുത്തേക്കാണ്, പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലായിരുന്നു എന്ന്. സത്യത്തിൽ കഴിഞ്ഞ ഫസ്റ്റ് എപ്പിസോഡിനകത്ത് റോളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ക്രൂവിന് മനസ്സിലായി ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ വാട്ടർ ഫ്ലോപ്പ് ആയി പോത്തേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ആങ്കറായിട്ട് വന്നൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, ഏതാണ്ട് ആ സെറ്റപ്പിൽ പോത്തേ ഉള്ളെന്ന് വിചാരിച്ചു. ഫ്ലവേഴ്സിനകത്ത് മറ്റേ അനുമോളൊക്കെ ഉള്ള പ്രോഗ്രാം, അതിന്റെ പേരെന്ന് സ്റ്റാർ മാജിക്കോ അതുപോലത്തെ ആ രീതിയിൽ പോത്തുള്ളൂ. ഇത് ബിഗ് ബോസ് ഷോ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റൂല. മെനങ്ങാത്ത കൂട്ടത്തെ എപ്പിസോഡ് ആണെങ്കിൽ ബിഗ് ബോസ് ഷോ ആകുമ്പോഴത്തേക്ക് അവിടെ അടിയടക്കണം, വാക്കേർക്കണം ഉണ്ടാവണം, നിലപാടുകൾ തമ്മിലുള്ള ക്ലാഷുകൾ ഉണ്ടാവണം. അതാണ് ബിഗ് ബോസ്. സോ എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ എന്നെ ചെറിയൊരു പതിപ്പ് നമുക്ക് കാണാൻ പറ്റി. കുറെ ആളുകൾ ഓവറാക്കി ചളവാക്കി, പക്ഷെ എന്നാൽ പോലും മച്ച് ബെറ്റർ ദാൻ ദ പ്രീവിയസ് വൺ. ഇത് കഴിഞ്ഞിട്ട് രഞ്ജിനി ഒരു കാര്യം കൂടെ സമ്മതിക്കുന്നുണ്ട്, ഇന്നലെ വന്ന ടീംസിനേക്കാളും ഏറ്റവും അലമ്പ് നിങ്ങൾ തന്നെ. വന്ന് കയറിയപ്പോൾ തന്നെ മനസ്സിലായി. ഇനി നമുക്ക് ഇന്നത്തെ പൂജയുടെ കുറച്ച് പട്ടി ഷോ കാണാം. നമ്മൾ ടീം വിളിച്ചിറക്കിയതിനു ശേഷം, ഈ ടീം നമ്മുടെ ആദ്യത്തെ രഞ്ജിയുടെ ടീമിലാണ് ഈ പറയുന്ന പൂജ അഖിൽമാരാണല്ലോ ഈ പൂജയും വന്നേക്കുന്നത്. ഓക്കെ, പൂജയുടെ പട്ടി ഷോ നിങ്ങൾ കേൾക്കൂ. പൂജ വന്ന് ഈ ഒരു ഡയലോഗ് അടിക്കും, ഇത് കഴിഞ്ഞ് വന്നവനും പോയവനും എല്ലാവരും ഞാൻ സീസൺ 8ന്റെ കപ്പ്. പുള്ളിക്കാരത്തിന് നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഓവറാക്കി ചളവാക്കുന്നത്, ഈ കണ്ടോണ്ടിരിക്കുന്ന ആളുകളെ അങ്ങ് വെറുപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമാണ്. അതിന് നമ്മുടെ ജഡ്ജന്മാർ കണക്കിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ പൂജയുടെ അണ്ണാക്കിലിട്ട് കൊടുക്കുന്ന ഒരു മറുപടിയാണ് അടുത്ത് വന്ന രാകേഷ് അണ്ണൻ കൊടുക്കുന്നത്. പുള്ളിയുടെ പേര് രാകേഷ്, ഒരു കാർപ്പൻ്ററാണ്, തനി കൊച്ചിക്കാരൻ. അതാ പറഞ്ഞേ, നീ തൂക്കും, മൂക്കട്ട തൂക്കും, നീ കപ്പൊന്നും തൂക്കൂല. ഈ രീതിയിൽ കൗണ്ടർ കൊടുക്കണം. അതാണ് പുള്ളിയുടെ ഈ ഒരു ക്യാരക്ടർ, ആ ഒരു ഡിഫറെന്റ് ലുക്ക്. അതെന്താണെങ്കിലും ബിഗ് ബോസിൽ മിക്കവാറും കയറാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇങ്ങനെയുള്ള ആളുകളെയാണ് ബിഗ് ബോസ് നോക്കി നടക്കുന്നത്. എപ്പോഴും കാണുമ്പോൾ ഒരു വെറൈറ്റി തോന്നണം. അതിനുശേഷം ഞാൻ ഇവൻ വരും, യവനും വന്നിട്ട് പറയും ഞാനും കപ്പ് തൂക്കും, മറ്റേ രാജേഷ് അണ്ണനും വന്നിട്ട് പറയും ഞാനും കപ്പ് തൂക്കും. അന്നേരം വന്നവനും പോയവനും എല്ലാവരും, രഞ്ജിനിയുടെ ടീമിലുള്ള എല്ലാവരും വന്നിട്ട് പറയുകയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കപ്പ് എടുക്കും, കപ്പ് എടുത്തിട്ടേ പോകത്തുള്ളൂ. അതിൽ ഓവർ കോൺഫിഡൻസ് വെച്ചിട്ട് തൂറി മെഴുകുക എന്നൊക്കെ പറയത്തില്ലയോ, ആ ഒരു സെറ്റപ്പ്. അന്നേരം അഖിൽമാരാർ കൃത്യമായിട്ട് അതിനെ ടാക്കിൾ ചെയ്യുന്നുണ്ട്. നീയൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഇത് ആദ്യം ഒന്ന് ക്വാളിഫൈ ആവും, എന്നിട്ട് നമുക്ക് കപ്പടിക്കുന്നതിനെ പറ്റി തീരുമാനിക്കാം. ഇത് ബിഗ് ബോസിനകത്തോട്ട് കയറുമോ ഇല്ലയോ, ഇത് ക്വാളിഫൈ ആകുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അതിന് മുമ്പേ കപ്പടിക്കും എന്നും പറഞ്ഞിട്ട് ലോവർ കോൺഫിഡൻസ് വാരി വിതറുന്ന പരിപാടിയാണ് കൊടുക്കുന്നുണ്ട്. അഖിൽമാരാർ അതിനകത്ത് കൊടുത്ത്, അയ്യോ അഖിൽമാരാറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇന്നലെ മറ്റേ 24 ന്യൂസിനകത്ത് ഹാഷ്മി ഇട്ട് പൊരിക്കുന്ന കണ്ടേ ഇങ്ങേരെ. ഇത് 1 മണിക്കൂർ 10 മിനിറ്റ് എങ്ങാണ്ട് ഉള്ള ജനകീയ കോടതി പരിപാടി. എനിക്ക് തോന്നുന്നു ജനകീയ കോമഡി എന്നല്ല, ജനകീയ കോടതിയുടെ പേര് മിക്കവാറും അങ്ങനെ മാറ്റേണ്ടി വരും. ജനകീയ കോടതിയുടെ ചരിത്രത്തിൽ ഇത്രയും ഒരു കോമഡി ആയിട്ടുള്ള ഒരു എപ്പിസോഡ് വന്നിട്ടുണ്ടാവില്ല. അമ്മാതിരി ഐറ്റം, ചിരി ചൂപ്പാട് വരും. നമുക്ക് 1 മിനിറ്റ് പോലും ഗ്യാപ്പില്ലാത്ത രീതിയിലുള്ള സംസാരം, ഒരു മിനിറ്റ് പോലും, 1 മിനിറ്റല്ല, ഒരു 10 സെക്കൻഡ് പോലും ഗ്യാപ്പില്ലാത്ത രീതിയിലുള്ള സംസാരം. അതിന്റെ കൗണ്ടർ എന്താണെങ്കിലും കീടിയിലെ എപ്പിസോഡായിരുന്നു. അത് കണ്ടിട്ട് ഇത് കാണുമ്പോഴത്തേക്ക് അഖിൽമാരാറിനോട് ഒരു സഹതാപം തോന്നും. തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുന്നതിനെ പിന്നെയും വിളിച്ച് തോപ്പിച്ചുവിടുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയായിരുന്നു ഇന്നലെ കണ്ടത്. അതിന്റെ ബാക്കി ഇനിയും ഉണ്ടെന്ന് പറയുന്നതായിട്ട്. ഈ എപ്പിസോഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവർക്ക് മറ്റേ ടാസ്ക് കൊടുക്കും, മാല ഇടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് തണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ അടുക്കി വെക്കുന്ന ടാസ്ക് ആണ്. ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ അടുക്കി വെക്കുന്ന ആരാണോ അവര് വിജയിക്കും എന്നുള്ള ഒരു രീതിയിലാണ്. ഇതിനകത്ത് തണ്ട ഇവരൊരു വീട്ടമ്മയാണ്. ഈ ഒരു അടുക്കി വെക്കലിനകത്ത് തന്നെ ഇവരുടെ സ്കിൽ എനിക്ക് മനസ്സിലായി. ഇതിന്റെ മുകളിലാണ് അടുക്കി വെക്കേണ്ടത്, ഒരു റൗണ്ട് പ്രതലം. അത് വേണമെങ്കിൽ എടുത്ത് സിലിണ്ടറിക്കലായിട്ട് ഇങ്ങനെ വെക്കാം, എന്നിട്ട് അതിന്റെ മുകളിൽ അടുക്കാം. ഇവർ അതിന് പകരം ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതേ എനിക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി, എന്റെ പൊന്നേച്ച് നിങ്ങളെ കൊണ്ട് ഈ പരിപാടി നടക്കത്തില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് നല്ലത്. അങ്ങനെ അടുക്കി വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്.
രാകേഷ് അടുക്കി വെച്ചത് താഴെ വീഴും, അത് പോയി മറന്നു വീഴുന്നത് പൂജയുടെ മണ്ടയ്ക്ക്, അല്ലെ പൂജയുടെ മറ്റേ അടുക്കി വെച്ചതിന്റെ മണ്ടയ്ക്ക്, അങ്ങനെ രണ്ടും താഴെ വീഴും. ഈ ചേച്ചിയുടെ ഒക്കെ ബുദ്ധിയില്ലായ്മ നോക്കണേ, ഇത് എന്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നേ, ഇവിടെ അടിക്കടിക്ക് ഹൈറ്റ് കൂടെ തന്നെ പറയുന്നേ. ചേച്ചി ഏറ്റവും മേളിൽ വെക്കണ്ടല്ല ത്രികോണമൊക്കെ എടുത്ത് താണ്ട സൈഡിൽ വെച്ചേക്കുന്നു, മൈഡിൽ വെച്ചേക്കുന്നു. എന്റെ പൊന്നി ചേച്ചിയെ കൊണ്ട് കൂടിയാൽ കൂടൂലെന്നും. ഇങ്ങനെയും ബുദ്ധിയില്ലായ്മ കാണിക്കാവൂ? സിമ്പിൾ ലോജിക്കാണ്, അതുപോലും വർക്കാവുന്നില്ലെങ്കിൽ പറയുന്നില്ല. ആൻഡ് ഫൈനലി കൗണ്ട് ഡൗൺ വരുന്ന സമയത്ത് തണ്ട് ഈ നിൽക്കുന്ന രണ്ടവന്മാരാണ് ജയിക്കുന്നത്. അവന്മാർ രണ്ടുപേരും നല്ല രീതിയിൽ ഹൈറ്റിൽ അടുക്കി വെക്കും, പക്ഷെ ഒരുത്തേണ്ടത് മറിഞ്ഞ് താഴെ വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗെയിം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പൂജ വീണ്ടും അവതരിക്കും. പൂജയ്ക്ക് പിന്നെയും ജസ്റ്റിസ് വേണം. ലങ്ങേരി വന്ന് എന്റെ സാധനം തട്ടി താഴെയിട്ട് ഇതിനെനിക്ക് ജസ്റ്റിസ് വേണം. ആദ്യം ഇന്നലത്തെ മറ്റേ പൂട്ട് തുറക്കുന്ന അതിനകത്ത് പൂജ കരഞ്ഞു മെഴുകിയാണ് ഞാനായിരുന്നു ഡിസർവിങ് എന്ന് പറഞ്ഞ് മൈക്കും പിടിച്ചോണ്ട് വന്നു. ദാണ്ട് ഇപ്പൊ ഈ ഒരു ഗെയിം തോറ്റപ്പോഴും ഇങ്ങനെ കാരണമാണ് ഞാൻ തോറ്റത് എന്നും പറഞ്ഞു വരുന്നത്. അപ്പൊ മാരാറടിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ആജീവനാന്ത കാലം മറ്റുള്ളവരെ പഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പൂജയെ. പൂജ ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പൂജയുടെ ഈ ഒരു സ്വഭാവം, ഈ ഒരു ഒറ്റ സ്വഭാവം. കാര്യം വെച്ചാൽ തൊട്ടടുത്ത് നിൽക്കുന്നവരെ ബ്ലെയിം ചെയ്യുക, താനൊരു തോൽവിയാണെങ്കിലും അത് സമ്മതിക്കാതെ അപ്പുറത്ത് നിൽക്കുന്നവരെ ബ്ലെയിം ചെയ്യുക. അതുകൊണ്ട് ആ ഒരൊറ്റ കാരണത്താൽ പൂജയെ ഗെറ്റ് ഔട്ട് ഹൗസിലോട്ട് ഇവർ പറഞ്ഞു വിടുകയാണ്, ഡേഞ്ചറസ് സോണിലോട്ട് പറഞ്ഞു വിടുകയാണ്. പൂജ അവിടെ പോയിരിക്കും, അല്ലെ ശവത്തിൽ കുത്തുന്നതിന്റെ തൊട്ട് രഞ്ജനി ഹരിദാസ് അതിന്റെ മേളിൽ ഒരു ഡയലോഗും കൂടി അടിക്കും. Sometimes over-aggression does not work. പുള്ളിക്കാരൻ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, വിഷമം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, നിന്നെ കാണുമ്പോൾ എന്റെ ഒരു പതിപ്പായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ അത് ശരിയല്ല മോളെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പൂജ അലമ്പാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലും മറ്റുള്ളവരെ പഴിക്കുന്നതാണെങ്കിലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ, ഇങ്ങനെയുള്ള കൂതറ സ്വഭാവമുള്ള ആളുകളെയാണ് ബിഗ് ബോസിനൊക്കെ വേണ്ടത്. ആൻഡ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗെറ്റ് ഔട്ട് ഹൗസിലോട്ട് രണ്ടുപേരാണ് വന്നിരിക്കുന്നത്. കണ്ടേ, ഈ അണ്ണൻ അഡ്വക്കേറ്റ് ആണ്. അണ്ണനെ പറഞ്ഞിട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അടുക്കി വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഓരോന്നോരോന്ന് എടുത്ത് അടുക്കി വെക്കാനാണ് പറഞ്ഞത്. അണ്ണൻ താഴേന്ന് ഒരു 5 എണ്ണം അടുക്കി അങ്ങ് വെച്ചിട്ട് അതെടുത്ത് മേളി വെക്കും. റൂൾസ് ഫോളോ ചെയ്തില്ല, അപ്പോഴേ പിടിച്ച് അങ്ങോട്ടങ്ങ് വിട്ട്. പുള്ളിയെ കണ്ടിട്ട് അയ്യോഭാവിയാണ്, അതുകൊണ്ട് ചെന്നിട്ടും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആൻഡ് ആ ഒരു ഗെയിമിൽ ഈ പുള്ളിയാണ് നല്ല രീതിയിൽ ആ സാധനം പണിത് വെച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മറ്റേ ഇൻഫിനിറ്റി സാധനം അവനല്ല കൊടുക്കുന്നത്, അപ്പുറത്ത് നിന്നല്ല മറ്റവനാണ് കൊടുക്കുന്നത്. അവനും അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവന് കൊടുക്കുന്നില്ല, മറ്റേ പച്ചുടുപ്പിട്ടല്ല അവന് കൊടുക്കുന്നില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരാൾക്കൂടെ പെണ്ണിന് കൊടുക്കാം, ആ പെണ്ണിന് കൊടുക്കുന്നത് നമ്മുടെ രാകേഷിനാണ്. ഈ അണ്ണന് അത് കൊടുക്കുന്നത് പുള്ളിയുടെ ക്യാരക്ടർ വെച്ചിട്ടാണ്. പുള്ളി അടിച്ച കൗണ്ടറും ആ ഒരു മൊത്തത്തിൽ ആ ഒരു ലുക്ക് ഒരു ഡിഫറെന്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ്. ആ ഒരു ഗെയിമിന്റെ ഇത് വെച്ചിട്ടല്ല, പെർസ്പെക്റ്റീവ് വെച്ചിട്ടല്ല പുള്ളിക്ക് അത് കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റവർക്ക് ഇന്നിയറിനകത്തൂടെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, രാകേഷിനെ അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ ഇന്നാക്കണം എന്ന്. കാര്യം പറഞ്ഞാൽ പുള്ളിയൊക്കെ ഒരു പക്കാ ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല പുള്ളി ഒരു സാധാരണക്കാരനാണ്, മോഡലോ ആക്ട്രസോ ഇൻഫ്ലുവൻസേഴ്സോ ഒന്നും അല്ല. ഈ കൂട്ടത്തിൽ ഈ പറയുന്ന എല്ലാ കാറ്റഗറിപ്പെട്ട ആളുകളും ഉണ്ട്. ഒരു കാർപ്പൻ്ററാണ് പുള്ളി. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഗുണമാണ്, മനസ്സിലായോ? ഇതിനുശേഷമാണ് നമ്മുടെ ഔട്ട് ഹൗസിലിരിക്കുന്ന പൂജയ്ക്ക് മറ്റേ റബ്ബർ ബാൻഡ് റെഡ് കളറിലെ ബാൻഡ് കൊടുക്കുന്നത്. ഡേഞ്ചറസ് സോൺ ആണെന്നാണ് പറയുന്നത്. ഇത് കൊടുക്കുമ്പോൾ പൂജയുടെ മുഖം ഒന്ന് കാണണം. അതിന്റെ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഒട്ടോ കൊണ്ട് പിടിച്ചിട്ടില്ല, തീരെ കൊണ്ട് പിടിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞ് അടുത്ത ടീം വരും. അടുത്ത ടീമിനകത്ത് ദാണ്ട സോന അലക്സ് ആദ്യത്തെ വ്യക്തി ഇവരാണ്. ഇവരുടെ പേര് എഴുതിയിട്ട് ദാണ്ട ബ്രാക്കറ്റ് എഴുതി കളിച്ചേക്കുന്നുണ്ട, സോന അലക്സ് ഇൻഫ്ലുവൻസർ കോട്ടയം. എനിക്കിതാണ് മനസ്സിലാവാത്തത്. ഈ വട്ടത്തെ അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞിട്ട് കുറെ ആക്ട്രസന്മാര്, മോഡലന്മാര്, ഇൻഫ്ലുവൻസേഴ്സ്, ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു സാധാരണക്കാർ കാറ്റഗറിയിൽ വരുന്നതെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ആൻഡ് ഈ സാധാരണക്കാരെ പറ്റി പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം എടുത്തു പറയണം. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു വാക്ക്, അത് ഞാൻ ആ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗോപിക തനി കോമണർ. എന്നിട്ട് ഞാൻ അതിനോട് ചേർത്ത് പറഞ്ഞത് ഈ തൊട്ടി ലുക്കുള്ള ആൾക്കാരെ കൊണ്ടുവരണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ തനി കോമണർ എന്ന് ഗോപികയുടെ പേര് പറഞ്ഞിട്ട് ഇതിനോട് ചേർത്ത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിച്ചത് ഞാൻ ഗോപികയാണ് തൊട്ടി ലുക്ക് എന്ന് പറഞ്ഞത് എന്നോ ആ ഒരു മീനിങ്ങിൽ പല ആളുകളും എടുത്തിട്ടുണ്ട്. പക്ഷെ ദൈവത്തെ ഓർത്ത് സത്യമായിട്ടും ഞാൻ ആ ഒരു മീനിങ്ങിലല്ല പറഞ്ഞത്. തനി കോമണറിനെ കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ മീനിങ് കണ്ട അണ്ടനെ അടകോടനെയും പിടിച്ച് ഇതിനകത്തോട്ട് കൊണ്ടുവരണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നാണ് പറയാൻ വന്നത്. അവിടെ ആ ഗോപികയുടെ പേര് വന്നതിന്റെ പേരിൽ ഞാൻ ഗോപിക തൊട്ടി ലുക്ക് എന്ന് പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. സീരിയസ്ലി ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഇനി ഗോപിക തൊട്ടി ലുക്ക് എന്ന് എനിക്ക് പറയണം എന്നുണ്ടെങ്കിൽ എനിക്ക് തൊട്ടി ലുക്ക് എന്ന് ഞാൻ പറയും. എനിക്ക് ഒരു പേടിയുമില്ല. ഞാൻ മുഖത്ത് നോക്കി വേണം ഞാൻ വിളിക്കും. നീ എന്തൊരു തൊട്ടി ലുക്കാടി എന്ന് ഞാൻ പറയും. പിന്നെ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞതാണ്, നീ വന്നിരുന്ന് മെഴുകുകയാണ് അല്ലേടാ എന്ന് നിനക്കൊക്കെ തോന്നുവാണെങ്കിൽ അങ്ങനെ വിചാരിച്ചു, നോ ഇഷ്യൂസ്. ഓക്കെ, എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കും. കാര്യം എനിക്ക് ഒരുത്തനെയും പേടിയില്ല. തൊട്ടി ലുക്കെന്ന് വിളിക്കാണ്ടെങ്കിൽ തൊട്ടി ലുക്കെന്ന് വിളിക്കും.
പണ്ട് മാങ്ങാണ്ടി മോറൻ എന്ന് വിളിച്ചതിന്റെ പേരിൽ പലരും എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്കെന്നെ വിളിക്കുന്നത് ഞാൻ വിളിക്കും, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. പക്ഷെ ഈ ഒരു കേസിൽ ഞാൻ ഗോപികയെ തൊട്ടിലുക്കുന്നത് ഞാൻ വിളിച്ചിട്ടില്ല. ഓക്കെ, അപ്പം കം ടു ദ കോമണർ. ഇതാണ്ട് ഇൻഫ്ലുവൻസർ ആണ്, പക്ഷെ കോമണർ ആണ്. എനിക്കിതാ മനസ്സിലാവാത്ത ഈ ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെ കോമണർ ആവും. ഞാൻ ഇന്നലെ വന്ന പല ആൾക്കാരുടെയും പ്രൊഫൈൽ എടുത്ത് നോക്കി. ഇന്നലെ നമ്മൾ കണ്ട പല ആൾക്കാരുടെയും പ്രൊഫൈൽ എടുത്ത് നോക്കി. 1-2 പ്രൊഫൈൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ്. ഇന്നലെ വന്ന മറ്റൊരു ചേച്ചിയാണ് വേണ്ടേ, അവര് മാജിക് മൊമെന്റ് മിസ് ഗ്ലാമർ 2023 ടൈറ്റിൽ വിന്നർ. ഇവരൊക്കെ എങ്ങനെയാണ് കോമണർ ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ എങ്ങനെ കോമണർ കാറ്റഗറി പെടുത്താൻ പറ്റും? സാബിറ ഷെരീഫ് ഇന്നലെ വന്ന ഒരു ടീമാണ്. അടുത്തത് റാഷ പാളത്തിങ്കൽ. നാണ്ട എവരും എന്തോ മോഡല് മിസ് കേരള ബോൾഡ് ബ്യൂട്ടി 2022 ടൈറ്റിൽ വിന്നർ. എങ്ങനെയാണ് ഇവർ കോമണർ ആവുന്നത്? എങ്ങനെ കോമണർ ആവുന്നത്? ഈ കക്ഷിയെ മനസ്സിലായത് ഇവരാണത്. അടുത്തത് RJ ക്ലബ് ഓഫ് കേരള RJ ആണ് ഇവർ. ഇവരൊക്കെ എനിക്ക് ഏത് വകുപ്പിലാണ് ഇവരെയൊക്കെ കോമണർ എന്ന് പെടുത്തിയേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി മനസ്സിലാവുന്നില്ല. RJ അനഘ വേറൊരു കക്ഷിയാണ്. നയന ബാലകൃഷ്ണൻ. ഇവരും ഇന്നലെ വന്നതാണ്. ഇവരുടെ പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ എനിക്കൊന്ന് കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തി ഇവരാണ്. 31K ഫോളോവേഴ്സ് ഉണ്ട്. ഇത് വന്നതിന് ശേഷം കൂടിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മിസ് ഇടുക്കി 2023 മിസ് ഫേസ് ഓഫ് തൃശൂർ വിന്നർ, മിസ് ഫേസ് ഓഫ് കേരള ഫസ്റ്റ് റണ്ണറപ്പ്, മോഡല്, ആങ്കർ, ആക്ട്രസ് പ്രൊഫൈൽ എഴുതി വെച്ചേക്കുന്നതാണ്. ഇവരെയൊക്കെയാണ് കോമണർ എന്നും പറഞ്ഞ് കൊണ്ടുവന്നേക്കുന്നത്. എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഇതാണോ കോമണർ കാറ്റഗറി? ഇവരൊക്കെ ഈ ഒരു ഗ്ലാമറസ് ഫീൽഡ് നിൽക്കുന്ന ആളുകളാണ്, മീഡിയ ഫീൽഡ് നിൽക്കുന്ന ആളുകളാണ്. ഇവരെ കൊണ്ടുവന്നതിൽ എനിക്ക് ഒരു കുറ്റവും ഇല്ല. ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കേണ്ടതാണ്. ഇവരൊന്നും വലിയ ഫെയിമുള്ള ആളുകളാണെന്ന് ഞാൻ പറയുന്നതുമില്ല. ഇവരെയൊക്കെ കൊണ്ടുവരണം, അവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. പക്ഷെ എല്ലാ ആളുകളും, മോസ്റ്റ് ഓഫ് ദ മെജോറിറ്റി ആളുകളും ഏതാണ്ട് ഇതേ പ്രൊഫൈൽ വരുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന പരിപാടിയാണ്. അറ്റ്ലീസ്റ്റ് ഈ 40 പേരെ എടുത്തതിൽ ഒരു 20 പേരെ വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ എടുക്കാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ രാകേഷ്, പുള്ളി ഒരു കാർപ്പൻ്റർ ആണ്, ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. പുള്ളിയെ കണ്ടിട്ട് എനിക്കൊരു സാധാരണക്കാരനായിട്ട് ഫീൽ ചെയ്തു. ആ സംസാരം കേൾക്കുമ്പോഴും ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും വളരെ ഒരു തനി നാടൻ ഫീൽ എനിക്ക് അടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന, ബസ് ഓടിക്കുന്ന, സെയിൽസ്മാനായിട്ട്, സെയിൽസ് വുമൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ടാലന്റ് ഉണ്ട് എന്നിട്ട് പക്ഷെ അവർക്ക് ഷോക്കേസ് ചെയ്യാൻ ഒരു ഫ്ലോർ ഇല്ല. അവരെ കൊണ്ടുവരുമ്പോഴാണ് ഒരു ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മളിൽ ഒരാൾ എന്ന് തോന്നുന്നത്. ഞാൻ പറയുന്നു, ഞാൻ ഇവരെ കൊണ്ടുവന്നതിന് കുറ്റം പറയുകയൊന്നുമല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷെ ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു മോസ്റ്റ് മെജോറിറ്റി ഓഫ് ആളുകളും അത്യാവശ്യം നല്ലൊരു പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെ അവർക്ക് കയറി വരാം സിമ്പിളായിട്ട്. അവരത്രയും കഴിവുള്ള ആളുകളാണ്. എനിക്ക് തോന്നുന്നില്ല അവർക്ക് ബിഗ് ബോസ് തന്നെ വേണം, അവർക്ക് കയറി വരാൻ. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കയറി വരാൻ ബിഗ് ബോസ് തന്നെ വേണമെന്നൊന്നുമില്ല. അവർക്ക് പല പ്ലാറ്റ്ഫോമുകളും വേണമെങ്കിൽ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ അവർക്ക് ചിലപ്പോൾ അങ്ങനെ കയറി വരാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത കുട്ടി, കുട്ടിയുടെ പേരാണ് ഹൈലൈറ്റ്. ജെറ്റി പി തോമസ്. ഓക്കെ, ടി എന്ന് തന്നെ വായിക്കണം, അല്ലെങ്കിൽ പണിവാളും. ആ പെൺകുട്ടി, എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടി ഈ പേരിന്റെ പേരിൽ ശരിക്ക് ബുള്ളിങ് കിട്ടിയിട്ടുണ്ട്. അവരതിനെപ്പറ്റി പറയുന്നുണ്ട്. വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികം. ജെറ്റി പി തോമസ് ഉറപ്പായിട്ട് പെണ്ണിന്റെ അറ്റ പേര് ജെട്ടി എന്നായിരിക്കും. ജെറ്റി പി തോമസ് എന്നായിരിക്കും കൂട്ടുകാർ മൊത്തം വിളിക്കുന്നത്. എന്റെ പൊന്ന് പേരൻസ്, ഇങ്ങനെയുള്ള പേരൊന്നും പിള്ളേർക്ക് ഇടരുത്. നിങ്ങളൊരു പേര് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ എത്ര ഇരട്ടപ്പേരുകൾ ഭാവിയിൽ ഈ കൊച്ചു ചെറുക്കൻ അല്ലെങ്കിൽ ഈ കൊച്ചു പെണ്ണ് കേൾക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് മാത്രം ഇന്നത്തെ കാലത്ത് ഒരു പേരിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ജെറ്റി പി തോമസ് എന്നൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജെറ്റി പി തോമസേ എന്ന് വരുത്തോളൂ. എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവിടെ പേര് നീതു എന്നാണ്. പേര് നല്ല പേരാണ്, പക്ഷെ അവിടെ പേരിന്റെ അറ്റത്തെ ഇൻഷ്യല് പി ആയിപ്പോയി. നീതു പി, കൂട്ടി വായിക്കുമ്പോൾ നീതു പി, ഈ രീതിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ അനിയത്തി, ഇവിടെ പേര് കോമഡിയാ. എൻ്റെ അച്ഛൻ്റെ പേര് ശശി എന്നാണ് കേട്ടോ, ശശി. അന്നേരം അനിയത്തി ജനിച്ച സമയത്ത് അച്ഛൻ ഇവർക്ക് ഒരു കിടിലം പേരുമായിട്ട് വന്നു. ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു പേരായിട്ട് വന്ന്. പേരാണ് ശശനി. ശശിയുടെ കൂടെ ശനിയും കൂടെ ചേർത്ത് ശശനി എന്നങ്ങ് പേരങ്ങിട്ട് ഈ സാധനം ഇങ്ങനെ ഇട്ട്. പക്ഷെ എവിടെ ഭാഗ്യത്തിന്, ഭാഗ്യം നോക്കണേ. പിന്നെ ഇവിടെ രക്ഷിക്കുന്നത് റേഷൻ കടയിൽ ഇരിക്കുന്ന മാമനാണ്. ഈ റേഷൻ കടയിൽ പേര് ചേർക്കുന്ന സമയം വന്നപ്പോഴത്തേക്ക് അവിടെ പോയിട്ട് ശശിനി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റേഷൻ കടയിലെ ചേട്ടൻ കേട്ടത് അശ്വിനി എന്നാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയിലൂടെ ആയിരിക്കും ഇവിടെ പേരിന്റെ രഹസ്യം നാട്ടുകാർ മൊത്തം അറിയാൻ പോകുന്നത്. അപ്പൊ റേഷൻ കടയിൽ ഇരിക്കുന്ന ആ മുരട്ട സ്വഭാവമുള്ള അങ്ങേരെ കൊണ്ട് ആദ്യമായിട്ട് അവക്കുണ്ടായ ഒരു ഗുണം അതാണ്. അങ്ങേര് എഴുതി വെച്ചത് അശ്വിനി എന്നാണ്. അപ്പൊ റേഷൻ കാർഡിൽ അടിച്ചു വന്നപ്പോൾ
വരുമ്പോഴത്തേക്ക് അശ്വനി ഇവിടെ പേര്. അങ്ങനെ അത് തിരുത്താൻ ബുദ്ധിമുട്ടുണ്ടായതിന്റെ പേരിൽ ആ സമയത്ത് ഇവിടെ പേര് നമ്മൾ അങ്ങ് അശ്വനി എന്നാക്കി. ഇപ്പം നിലവിൽ അവള് അശ്വനിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവക്ക് ശശ്വനി എന്നങ്ങനെ പേരുണ്ടായിരുന്നെങ്കിൽ തോണ്ട ശശി ശശി പോലെന്ന് പറഞ്ഞ് കളിയാക്കി കൊന്നേനെ പിള്ളേര്, കൊല വിളിച്ചേനെ. അതുപോലെ തന്നെ എന്റെ പേര് ശശി എന്ന് പറയുന്നത് കോമഡി നെയിമാണല്ലോ. ഞാൻ എന്റെ അച്ഛനെ കളിയാക്കൊന്നും വിചാരിക്കണ്ട. പക്ഷെ ഒരുപാട് ആളുകൾ കോമഡി ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. എന്റെ പേര് അനന്തു എസ് എന്നാണ്. അനന്തു ശശി എന്നിട്ടിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നേ, മനസ്സിലായോ? നമ്മുടെ കരിക്കിന്റെ ഒരു എപ്പിസോഡ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പേരിടൽ ചടങ്ങിനകത്ത് അനന്തു ശശി, അത് കണ്ടപ്പോ എന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷെ എനിക്ക് അനന്തു ശശി എന്ന് വിളിക്കുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എനിക്ക് നോ ഇഷ്യൂസ്. ഇതിനേക്കാളും വൃത്തികെട്ട കൂതറ ഇരട്ട പേരുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അനന്തു ശശി എന്ന് പറയുന്ന ഒരു പേരിന് അത് വലിയൊരു ഡാമേജ് എനിക്ക് ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ചില കുട്ടികൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം മാതാപിതാക്കൾ ഈ പേര് പിള്ളേർക്ക് ഇടുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം ഇരട്ട പേരിന്റെ ഒരു ലിസ്റ്റ് എടുക്കണം, എന്നിട്ട് ഇടണം. ഓക്കെ, ഇപ്പോഴത്തെ പിള്ളേരുടെ പേര് കേൾക്കണം, ത്രിവർഗ്രാമൻ, ക്രുക്രാക്രി, ക്രുക്രീക്രി, ഇങ്ങനെയൊക്കെയാണ് പേരൊക്കെ പോകുന്നത്. വെറൈറ്റി ആളുകൾ തേടി പോകുന്നതുകൊണ്ട് ഓം പരമാത്മു, ഒരു ഓം പരമാത്മ നിർഗുണ വൃത്താന്ത ഗുദ്രത, ഈ രീതിയിലൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ പേര്. പറയണ്ട ഗൈസ് പേരിനെ പറ്റി. അപ്പം നമുക്ക് ബാക്കി പറയാം. ഞാൻ കുറെ സംസാരിക്കുന്നല്ലേ, ഇന്ന് എപ്പിസോഡ് തീരുവടെ 1 മണിക്കൂർ ആകും തോന്നുന്നു. എപ്പിസോഡ് 1 മണിക്കൂർ, എന്റെ കൊണയായിട്ട് നിങ്ങൾ 2 മണിക്കൂർ കേൾക്കേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത കോൺഫറൻസ് നമുക്കൊന്ന് കാണാം. എന്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾ ആദ്യം ഈ കടമ്പെന്ന് കഴിഞ്ഞാൽ വീട്ടിലോട്ട് കാലെടുത്ത് കുത്താനുള്ള ഒരവസരം നിങ്ങൾ ഉണ്ടാക്കുക. എന്ത് വായ്ത്താളം മാത്രമേ ഉള്ളൂ. ഒരാള് വന്നിട്ട് ഞാൻ ബിഗ് ബോസിന്റെ കപ്പടിക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് എല്ലാണ്ണവും വന്നതും പോന്നവനും ഇരുന്നവനും നിന്നവനും എല്ലാരും വന്നിരുന്നിട്ട് ഞാൻ ബിഗ് ബോസിന്റെ കപ്പ് വെക്കും എന്നാണ് പറയുന്നത്. പൂജ വന്ന് പറഞ്ഞതിന്റെ പേരിൽ എല്ലാവരും വന്ന് പൂജയുടെ ആത്മക്കെട്ടാണ് കയറാൻ നിൽക്കുന്നത്. ആൻഡ് ഈ പെണ്ണ് ഈ ഫ്ലോറിൽ വന്നിട്ട് ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഇവരുടെ നാട്ടുകാരെ തന്നെ, സ്വന്തം നാട്ടുകാരെ തന്നെ ഈ പെണ്ണ് തെറി വിളിക്കുന്നടേ. സ്വന്തം നാട്ടുകാരെയാണ്. ഇവക്ക് ഈ നാട്ടിലോട്ട് തിരിച്ചു പോകണ്ടായോ? നാട്ടുകാർ പുജിച്ചെന്നും പറഞ്ഞിട്ട് എടാ നാറികളെ ഇത് കണ്ടോടാ ഞാൻ ബിഗ് ബോസിന്റെ ഫ്ലോറിലാണ് നിൽക്കുന്നത്. അപ്പൊ നിനക്ക് ഈ ബിഗ് ബോസിനകത്ത് നീ കയറണം, നിനക്ക് നാട്ടുകാരുടെ വോട്ടൊന്നും വേണ്ടേ? സ്വന്തം നാട്ടുകാരെ എടാ നാറികളെ എന്ന് വിളിച്ചിട്ട് ഇനി ഇവിടെ വോട്ട് ചോദിച്ചാൽ പരിസരത്തോട്ട് പോയി കഴിഞ്ഞാൽ അവര് കല്ല് ഉറക്കി അറിയത്തില്ലേ? മോളെ ആവേശമൊക്കെ നല്ലതാണ്, പക്ഷെ മറ്റേ കൈവിട്ട വാക്കും വാവിട്ട വളയും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നതിന്റെ കൂട്ടാ. മനസ്സിലായോ? നാട്ടുകാരുടെ മുഖത്ത് നിനക്ക് എന്നും കാണേണ്ടതാണ്. ബിഗ് ബോസ് ഫ്ലോറിൽ വന്നിട്ട് എഞ്ചിനീയർ ദിവസം മുമ്പിച്ചിട്ടെങ്കിൽ അവരൊക്കെ അങ്ങ് പോകും. ഈ നാട്ടിലോട്ട് ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് വേണ്ട ആടിനെ പുജിച്ചവള് പോകുന്നത് പറഞ്ഞ് ഇതിനേക്കാളും പട്ടിത്താറ്റായിരിക്കും. ഇനി ബിഗ് ബോസിനകത്തോട്ട് കയറി പോലും ഒരു മനുഷ്യൻ പോലും നാട്ടിൽ നോട്ട് കിട്ടൂല, ചെയ്യത്തോലും ഇല്ല. നിനക്ക് വേണ്ടി ഒരു ഫ്ലെക്സ് അടിക്കാൻ പോലും ഒരു വ്യക്തി പോലും കാണത്തില്ല. വീട്ടുകാർ പിന്നെ അവരുടെ സ്വന്തം ചിലർ കൊണ്ട് വെക്കേണ്ടി വരും. വെച്ച് കഴിഞ്ഞാൽ എവിടെ കൊണ്ട് വെക്കും? വീടിന്റെ പുരയിടത്ത് വെക്കാനേ പറ്റത്തുള്ളൂ. നാട്ടുകാരെ നിന്റെ കൊണ്ട് വെച്ചാൽ അവര് തന്നെ വലിച്ചിരിക്കലപ്പം കളയും. സ്വന്തം നാടിനെ പൂജിച്ചവർക്ക് ഇവിടെ ഒരു ഇതും വേണ്ടെന്നും പറഞ്ഞിട്ട് കൊച്ചിന് ആവേശം ഇച്ചിരി കൂടിപ്പോയി. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഈ ഗ്രൂപ്പിന് ഒരു ടാസ്ക് കൊടുക്കും. ഇവര് ഈ കമ്പം പിടിച്ചോണ്ട് നിൽക്കണം, തുള്ളും. ഒരു അണ്ണൻ അവിടെ നിന്നിട്ട് ചെണ്ട കൊട്ടുന്നുണ്ട്. ചെണ്ട കൊട്ടൽ നിർത്തുന്ന സമയത്ത് ഈ സൈഡിൽ നിൽക്കുന്നവൻ അവന്റെ ആ ഒരു കമ്പ് വിട്ടിട്ട് റൈറ്റിലോട്ട് ചാടണം. അങ്ങനെ ചാടിയിട്ട് മറ്റത് പിടിക്കണം. അങ്ങനെ പിടിക്കുകയാണെങ്കിൽ അവൻ അവിടെ നിൽക്കും, പിടിക്കാത്തവര് ഔട്ടാവും. ഇതാണ് ആ ഒരു ഗെയിം. ഇതിനകത്ത് നല്ല രീതിയിൽ കളിക്കുന്ന രണ്ടുപേര്, ഇവർ രണ്ടുപേരും നമ്മുടെ ജെറ്റി പി തോമസ് നാണ്ട് ഈ ഇപ്പുറത്തേക്ക് ഈ റാഷ് എന്ന് പറയുന്ന താശി എന്ന് പറയുന്ന ഈ പയ്യൻ, അവൻ കളരി എങ്ങാണ്ടാണ്. അവര് രണ്ടുപേരും സൂപ്പറായിട്ട് കളിക്കും. ഒരാള് ഫെയർ ആയിട്ട് ടാക്ടിക്സ് യൂസ് ചെയ്ത് കളിക്കും, ഒരാള് അൺഎത്തിക്കലായിട്ട് സ്ട്രാറ്റജി വളരെ അൺഫെയർ ആയിട്ട് കളിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് ഫൈനൽ വരുന്നത്. ഇതിന്റെ ഇടയിൽ കൂടെ മുട്ടൻ അടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇവരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന പോലെയാണ് തോന്നിയത്. കുറച്ച് ഹൈ എനർജി മൊമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ ജഡ്ജസിനെ കൊണ്ട് ദേഷ്യപ്പെടുത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രൂ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മുടെ ജഡ്ജന്മാർ സംസാരിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കുന്നില്ല. വട്ടത്തിൽ കൂടി തുള്ളാൻ പറഞ്ഞ് ഇവർ തുള്ളി സെന്ററിലോട്ട് വരികയാണ്. ഇത് ആര് കമ്പ് വിട്ടിട്ട് ആര് അപ്പുറത്ത് പിടിക്കുന്നു എന്ന് കാണാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഈ ജഡ്ജന്മാർ ഇവിടെ എടുത്ത് ദേഷ്യപ്പെടുന്നത്. ആൻഡ് രഞ്ജിനി ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, അതാണ് കിടിലൻ ഡയലോഗ്. നീയൊക്കെ ഇനി എന്ത് കോപ്പ് ചെയ്താലും ഈ റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേര് ഔട്ട് ഹൗസ് നമ്മൾ പറഞ്ഞു വിട്ടിരിക്കും, നീയൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ട് എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ നീക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ കംപ്ലീറ്റ് കയ്യടി മേടിച്ചത് രഞ്ജിനിയാണ്. അങ്ങനെ ഇവരെല്ലാം തുള്ളി കണ്ട് അവസാനം 3 പേരിലെത്തിയ സമയത്ത് നമ്മുടെ ജെറ്റി പി തോമസ് നണ്ട് ഈ പയ്യനും ഇവരും കളരിയാം. ഇവർ രണ്ടുപേരും കളിക്കുന്ന കളി നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ തുള്ളി വരുമ്പോഴത്തേക്ക് നാണ്ട ഈ പെണ്ണ് ഇവള് എടുത്ത എറിയാണ്, കൊടുക്കുകയല്ല. ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം താഴെ കുത്തി വെച്ചിട്ട്
അപ്പുറത്തോട്ട് കയറി പിടിക്കുക എന്നുള്ളതാണ് ഫെയർ ഗെയിം. പക്ഷെ ഇവളവിടെ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവൻ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് എറിയുവാണ്, പിടിക്കരുത്, അവൻ പിടിച്ചില്ലെങ്കിൽ ഔട്ടാണ്, എന്നിട്ട് ഇവള് പോയി അപ്പുറത്ത് പിടിക്കുകയാണ്. പക്ഷെ ഫെയർ ആയിട്ട് കളിക്കുന്ന നമ്മുടെ ഈ പയ്യൻ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അടിവശത്താണ് കയറി പിടിക്കുന്നത്. നോക്കിക്കോണേ, കണ്ട, അടിവശത്താണ്. ഈ അടിവശമാണ് ഏറ്റവും അവസാനം താപ്പോട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് അവൻ അടിവശത്താണ് കയറി പിടിക്കുന്നത്. ബാക്കി എല്ലാവരും മുകളിലായിരിക്കും പിടിക്കാൻ നോക്കുന്നത്. മുകളിൽ പിടിക്കാൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പൊസിഷൻ കിട്ടത്തില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അടിവശം എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം ഇങ്ങനെ അറിയത്തുള്ളൂ. അതായത് ഈ അടിവശം എപ്പോഴും അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതായത് അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കിട്ടും. മറ്റേ പെണ്ണ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ അവൾ എറിഞ്ഞിട്ട് പോവാം, മറ്റോ പിടിക്കരുത്, അവൻ ചത്താലും പിടിക്കരുത് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ 3 പേരുടെ റൗണ്ട് കിട്ടുമ്പോഴത്തേക്ക് ഈ വെള്ളം ഉടുപ്പിട്ട പയ്യൻ അവൻ ഔട്ടായി പോകും. ബാക്കി ഈ 2 പേര് മാത്രം വരും. ലാസ്റ്റ് ഫൈനൽ റൗണ്ട് ആകുമ്പോഴത്തേക്ക് വേണ്ട അത് കൃത്യമായിട്ട് ഇവർ രണ്ടോടെ കടം തുള്ളുമ്പോൾ മനസ്സിലാവണ്ട, അവൾ താഴെ കളഞ്ഞിട്ട് പോയി. നോക്കണം, വേണ്ട താപ്പോട്ടം കിട്ടണ്ട, ഇട്ടിട്ട് പോയണ്ട. ഇതാണ് ഇവിടെ സ്ട്രാറ്റജി. മറ്റൊരു ചാടി പിടിക്കാൻ പോലും അവസരം കിട്ടത്തില്ല. പക്ഷെ മറ്റവും കറക്റ്റ് ഫെയർ ആയിട്ട് അത് കളിച്ചു. അപ്പോഴത്തേക്ക് ലെവലിൽ അത് പോയി എടുക്കും. കണ്ട, അവക്കത് കിട്ടി, പക്ഷെ മറ്റൊരു കിട്ടിയില്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ JTP തോമസ് ഇവിടെ ഭയങ്കര അൺഫെയർ ഗെയിമാണ് കളിക്കുന്നത്. പക്ഷെ മറ്റേ പയ്യൻ അവൻ ഫെയർ ആയിട്ട് നിന്ന് കളിച്ചു. ഇവളെ എറിഞ്ഞിട്ട് പോയതിന്റെ പേരിലാണ് അവന് പിടിക്കാൻ പറ്റാത്ത പോയത്. ഇത് ജഡ്ജസ്മാർക്ക് നല്ല രീതിയിൽ മനസ്സിലാവുകയും ചെയ്യും. രഞ്ജിനി പറയുന്നുണ്ടായിരുന്നു ടാഷി നല്ല രീതിയിൽ ഫെയർ ആയിട്ടാണ് കിടിലമായിട്ടാണ് കളിച്ചത്. പക്ഷെ ജെറ്റി അവിടെ സ്ട്രാറ്റജി യൂസ് ചെയ്ത് അൺഫെയർ ഗെയിമാണ് കളിക്കുന്നത്. ബിഗ് ബോസ് ആണ് ഈ 2 തരത്തിലുള്ള ഗെയിമുകൾ ഇവിടെ അനുവദനീയമാണ്. അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാടകീയ മുഹൂർത്തങ്ങൾ നടക്കുന്നത്. അപ്പം ഈ ജഡ്ജസ്മാർ പറയും നമുക്ക് ഈ ഗെയിം എങ്കിൽ ഒന്നും കൂടെ നടത്താം. ഓക്കെ, ഒന്നും കൂടെ നടത്താം. അവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ടായതുകൊണ്ട് ഒന്നുകൂടെ നടത്താം. അപ്പോൾ ജെറ്റി ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ നടത്തണ്ട, ജയിച്ചത് ഞാനാണ് എന്നും ഉള്ള രീതിയിൽ നിൽക്കും. അപ്പോഴത്തേക്ക് രഞ്ജിനിയുടെ കുടം അങ്ങോട്ട് മാറും. കുത്തിയിട്ടില്ല, ഇപ്പൊ ഇങ്ങനെ കളിച്ചില്ലെങ്കിൽ അവൻ ജയിച്ചു. ഓക്കെ അല്ലേ? ജെറ്റി താപ്പോട്ട് എടുത്തെറിയ സമയത്ത് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റിക്ക് തറയിൽ ഇങ്ങനെ കുത്തി നിൽക്കണമെന്നുണ്ടായിരുന്നു. ഇവള് തുള്ളുന്നതിന്റെ ഇടയിൽ ഈ സാധനം ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടാണ് തുള്ളുന്നത്. വിച്ച് മീൻസ് റൂൾസിന് അഗൻസ്റ്റ് ആയിട്ടാണ് പുള്ളിക്കാരത്തി കളിച്ചിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി ഇവിടെ എന്ന് പറയാണ് ഗെയിം ഒന്നുകൂടെ നടത്തണ്ട. അപ്പൊ രഞ്ജിനിയുടെ മറുപടി ഇതാണ്, നിന്റെ സ്റ്റിക്ക് തറയിൽ കുത്തിയിട്ടില്ല, റൂൾസ് പ്രകാരം അതിനെ മറ്റോ ജയിച്ചു, മതിയല്ലോ. ടാക്സി ജയിച്ചു, ജെട്ടി ഗോ, ജെട്ടി വെള് വെക്കോ, ടാക്സി ജയിച്ചു. അവിടെ അഹങ്കാരമൊക്കെ മാറി കേട്ടോ. ഒരവസരം കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് അവള് പട്ടീസ് ഇറങ്ങിക്കൊണ്ട് വന്നതാണ് രഞ്ജിനി എടുത്ത് ഇട്ടോളാൻ പറഞ്ഞ് ജെട്ടി ഗോ. അങ്ങനെ ടാഷി എന്ന് പറയുന്ന ആ പയ്യൻ വിജയിക്കുകയാണ്. അപ്പൊ ജെട്ടി മൊത്തത്തിൽ അങ്ങ് തകർന്നെന്ന് തോന്നുന്നു. അന്നേരം ജെട്ടിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ജഡ്ജന്മാര് ഒരവസരം ജെട്ടിക്ക് കൊടുക്കും. ഈ ജെട്ടി എന്ന് നല്ല വായി വരുന്ന, സോറി മോളെ, ജെട്ടി എന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതായത് പറഞ്ഞു വരുമ്പോൾ ജെട്ടി നായി പോകുന്നു. എന്റെ പേരൻസിനെ അത് മാറ്റിക്കൂടെ നിനക്കത്? എന്തായാലും കൊള്ളാം, നല്ലൊരു പേര് തന്നെ. അപ്പം ജെട്ടി എടുത്ത് പറയും, ബാക്കിയുള്ള ഈ 4 പേര്, ഇവിടെ 4 പേര് നിൽപ്പുണ്ട്, ഇവരിൽ ഒരാളെ നിനക്ക് സെലക്ട് ചെയ്യാം, മറ്റേ ഔട്ട് ഹൗസിലോട്ട് വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പവർ ജെട്ടിക്ക് ഇവർ കൊടുക്കുകയാണ്. അവിടെ ജെട്ടി പോയിട്ട് ഒരാളെ സെലക്ട് ചെയ്യും. അതുകൊണ്ട് ഈ പെണ്ണിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അവിടെ പോയി സെലക്ട് ചെയ്തിട്ട് അതിന്റെ റീസൺ ചോദിക്കുമ്പോഴത്തേക്ക് മറ്റേ 2 വള്ളത്തിലും കാലെടുത്ത് വെക്കുന്നതിന്റെ കൂട്ടുള്ള ഒരു മറുപടി. അവളെ പോയി കെട്ടിപ്പിടിച്ച് എനിക്ക് ഇവളെയാണ് ഭയങ്കര ഇഷ്ടം, പക്ഷെ ഇവള് ഭയങ്കര അട്രാക്റ്റീവാണ്, എനിക്കൊരു വെല്ലുവിളിയാണെന്ന് തോന്നുന്നു എന്നും പറഞ്ഞിട്ട് പോയി ഭയങ്കര ഡയലോഗ് അടി. അവളെ സൂചിപ്പിക്കുകയും വേണം, എന്നാ ഇവളെ പുറത്താക്കുകയും വേണം. 2 വള്ളത്തിലൂടെ കാല് കുത്തുന്ന പരിപാടി. അപ്പോഴത്തേക്ക് ജഡ്ജസ്മാർക്ക് മനസ്സിലാവും അവരിത് കുറെ കണ്ടിട്ടല്ലേ കൊണ്ട് വന്നത്, ആ പരിപാടിയുടെ നടക്കൂല, നിനക്ക് പവറും ഇല്ല, ഒരു കോപ്പുമില്ല, നീ പോരി, നിന്റെ പവർ ക്യാൻസൽ. അതിവിടെ വർക്കാവൂല. അവക്കൊരു ചാൻസ് കൊടുത്ത സമയത്ത് ഇമ്മാതിരി പട്ടിഷ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ റിയാസ് കറക്റ്റ് ഒരു പോയിന്റ് പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇതൊരു കോമ്പറ്റീഷൻ ആണ്. ഇവിടെ ആരെയും പ്ലീസ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ബിഗ് ബോസ് ആണ്. ഓക്കെ, നന്മപരമായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പോയിട്ട് അവളെ ഔട്ടാക്കണം, നീ പൊക്കോളാൻ പറയണം. അല്ല അവിടെ പോയിട്ട് അയ്യോ നക്കി ഒലിപ്പിച്ച് നിൽക്കാനുള്ള പരിപാടി. അവളെ ഇത് ബിഗ് ബോസ് ആണ്. ആൻഡ് ആ ഒരു ടീം കഴിഞ്ഞ് നെക്സ്റ്റ് ടീം വരും. നെക്സ്റ്റ് ടീം വരുന്ന സമയത്ത് ഈ പയ്യന്റെ അടുത്ത് അഖിൽമാരാർ ഒരു ചോദ്യം ചോദിക്കുവേ, ഒന്ന് കേട്ടോ, ചിരിക്കല്ലേ. നിലപാട് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിലപാട് എന്നുള്ളതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ യോഗ്യൻ, കേരളത്തിന് ഇതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ അഖിൽമാരാറേക്കാൾ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി വേറെയില്ല. അത്രയും യോഗ്യനാണ് അവൻ, അത്രയും യോഗ്യൻ. എത്ര നിലപാടുണ്ടെന്ന് അഖിൽമാരാർക്ക് പോലും അറിയത്തില്ല. അന്നേരം അഖിൽമാരാർ നിലപാട് എന്നുള്ളതിന്റെ അർത്ഥം, എന്നിട്ട് അഖിൽമാരാർ പയ്യനെ നിലപാടിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല ബെസ്റ്റ് മുതലാ. ഇന്നലത്തെ മറ്റേ ജനകീയ കോടതിയുടെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്, നിലപാടോ അതോ പലപാടോ, ഈ രീതിയിലായിരുന്നു ഹെഡിങ്. അവന്റെ നിലപാടിനെ പറ്റിയാണ് കഴിഞ്ഞ ആ ഒരു എപ്പിസോഡ് മൊത്തം
മൊത്തം ആശ്മി ചോദ്യം ചെയ്തത്, ഇരുത്തി പൊരിച്ചു കളഞ്ഞ്. പക്ഷെ അഖിൽമാരാർ പിടിച്ചു നിന്നിട്ടുണ്ട് കേട്ടോ. അഖിൽമാരാറിന്റെ വായ്ത്താളം, അയ്യോ അത് ഹെവി വായ്ത്താളം, അത് പറയാതിരിക്കാൻ വയ്യ. രണ്ടുപേരും കട്ടക്ക് നിന്നിട്ടുണ്ട്, വിട്ടുകൊടുത്തിട്ടേ ഇല്ല അഖിൽമാരാർ. നല്ല കോമഡി പരിപാടിയായിരുന്നു അത്. കാണാത്തവർ പോയി കാണണം, തീർച്ചയായിട്ടും കാണേണ്ട സാധനമാണ്. കോമഡിയാണ്, ചിരിച്ചൂപ്പാടുള്ളത്. ആൻഡ് ഇവർക്ക് ഈ ഒരു ടാസ്ക് ആണ് കൊടുക്കുന്നത്, പേപ്പർ ഊതിയെടുക്കുക. അവർക്ക് ഓരോ കളർ പേപ്പർ കൊടുക്കും, ആ കളറുള്ള പേപ്പർ അവിടെ പോയിട്ട് ഊതിയെടുക്കുക. പക്ഷെ അവർ അത്യാവശ്യം ഫണ്ണായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ഊതിയെടുക്കുന്ന പരിപാടിക്ക് ചേച്ചിക്ക് അത്ര പേപ്പർ അങ്ങോട്ട് സ്ട്രോ ഉപയോഗിച്ച് ഊതി അപ്പുറത്ത് കൊണ്ടിടാൻ പറ്റിയില്ല. അങ്ങനെ ചേച്ചിയാണ് ആദ്യം തന്നെ പുറത്താവുന്നത്. ഈ പെൺകുട്ടിയാണ് അതിനകത്ത് നല്ല രീതിയിൽ കളിക്കുന്നത്. അവൾ സൈലന്റ് ആയിട്ട് നിന്നിട്ട് ഫസ്റ്റ് തൂക്കി. ഈ പെൺകുട്ടിക്ക് അവർ മറ്റേ പെൻഡന്റ് കൊടുക്കും. അവൾ 26 പേപ്പേഴ്സ് മറ്റേ സ്ട്രോ ഉപയോഗിച്ചിട്ട് അത് ശ്വാസം പിടിച്ചു വെച്ചിട്ടാണ് ഊതിയെടുക്കേണ്ടത്. ഓക്കെ, 26 പേപ്പർ അവൾ ഊതിയെടുക്കുന്നുണ്ട്. മറ്റേ നേരത്തെ കാണിച്ച ചുരുണ്ടമുടി പയ്യ, അവൻ അത്യാവശ്യം നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ കുറെ അലമ്പ് ഈ ഒരു ഗെയിമിന്റെ ഇടയിൽ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ ഊതി എടുക്കാതിരിക്കാൻ വേണ്ടി അവൻ പോയിട്ട് പറഞ്ഞ് ഊതി തെറിപ്പിക്കുന്നുണ്ടായിരുന്നു ഊതി എടുക്കാൻ വരുന്ന സമയത്ത്. പക്ഷെ ഈ പെൺകുട്ടി ചൂസ് ചെയ്ത സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് വേറെ ആരും ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു മൂലയ്ക്ക് പരിപാടി തുടങ്ങി. മറ്റവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ദൂരെയൊക്കെ പോയിട്ടായിരിക്കും പേപ്പർ ഊതിയെടുത്ത് അവിടെ കൊണ്ടിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവൾ അവിടെ തൊട്ടടുത്ത് ഏതാണോ ഏറ്റവും അവൈലബിൾ അത് മാത്രം അങ്ങോട്ട് പിറക്കി ഇടുന്നുണ്ട്. അതാണ് ഇവള് യൂസ് ചെയ്ത സ്ട്രാറ്റജി. പിന്നെ കാണാനും അത്യാവശ്യം കൊള്ളാം, അതുകൊണ്ട് പെൻഡന്റ് കൊടുത്തു. സാധാരണ ഇവര് ജയം മാത്രം നോക്കിയാണ് പെൻഡന്റ് കൊടുക്കുന്നത് പറയാൻ പറ്റത്തില്ല. മൊത്തത്തിലുള്ള സെറ്റപ്പ് എല്ലാം നോക്കിയിട്ടാണ് ബിഗ് ബോസിനകത്തോട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. കല്യാണം കഴിച്ചവർക്കൊക്കെ വലിയ സാധ്യത കുറവാണ് ബിഗ് ബോസിനകത്ത് വന്നു കഴിഞ്ഞാൽ. നൈസായിട്ട് കല്യാണം കഴിച്ച ടീംസ്, പെൺപിള്ളേരാണെങ്കിലും ആണുങ്ങളൊക്കെ ആണെങ്കിലും അങ്ങ് താഴെയും പിടികിട്ടിയോ, അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ആയിരിക്കണം. അപ്പൊ കല്യാണം കഴിക്കാത്ത കാണാൻ കൊള്ളാവുന്ന ആളുകളെയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഈ അടി ഉണ്ടാക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് ഒക്കെ പിടിക്കാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള കുറെ ആളുകളെയൊക്കെ നോക്കിയിട്ടാണ് ബിഗ് ബോസിനകത്തോട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഈ പെൺകുച്ചിനെ കണ്ടപ്പോൾ അവർ തോന്നിയിട്ടുണ്ട്, നല്ല കാണാൻ കൊള്ളാവുന്ന കുട്ടി, കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരാൾ വേണം. അപ്പൊ ആ ഒരു കാറ്റഗറിയിലോട്ട് പെടുത്താൻ പറ്റുന്ന ഒരു കുട്ടിയായിട്ട് തോന്നിയതുകൊണ്ടാവണം ഇതിനെ സെലക്ട് ചെയ്തത്. പിന്നെ ഗെയിം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ ഇവൻ സൂംബ ഇൻസ്ട്രക്ടർ ആണെന്നും പറഞ്ഞ് വന്നതാണ്. ഇവൻ ആ കൂടി 12 എണ്ണം കണ്ടാണ് മറ്റേ സ്ട്രോ ഉപയോഗിച്ചിട്ട് ബ്രീത്ത് കൺട്രോൾ ചെയ്തിട്ടാണ് കൊണ്ടിടുന്നത്. മിക്കവാറും ഇതോടുകൂടി ഇവന്റെ കരിയർ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൂംബ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ബ്രീത്തിങ് എക്സസൈസും കൂടെ ഉള്ള ഒരു സാധനമാണ്. അപ്പൊ ഈ സൂംബ ഇൻസ്ട്രക്ടറിന് അത് രഞ്ജിനിട്ട് കൊടുക്കുന്നുണ്ടേ. സൂംബ ഇൻസ്ട്രക്ടറിന് ഈ ഒരു സാധനം സ്വന്തം ബ്രീത്ത് കൺട്രോൾ ചെയ്ത് ആ ഒരു ഗെയിം കളിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക്, മോനെ നീ നിന്റെ നിലനിൽപ്പൊന്ന് സൂക്ഷിക്കണം കേട്ടോ, ഈ സൂംബ തന്നെയാണോ പഠിപ്പിക്കുന്നതെന്ന്. പിന്നെ ഈ പയ്യനും അവർ മറ്റേ പെൻഡന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ടീമിൽ നിന്ന് പെൻഡന്റ് കിട്ടുന്നത് ഈ പയ്യനും മറ്റേ ലൊലീറ്റ എന്ന് പറയുന്ന നേരത്തെ കാണിച്ച കാണാൻ കൊട്ടാവുന്ന ക്യൂട്ട് കുട്ടിക്കാണ് ആ പെൻഡന്റ് കിട്ടുന്നത്. സോ ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അത്യാവശ്യം ഇന്നലത്തേനേക്കാളും കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടുള്ള കുറച്ച് നല്ല മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ബിഗ് ബോസ് എപ്പിസോഡ് എന്ന് നമുക്ക് ഏതാണ്ടൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സാധനം. മച്ച് ബെറ്റർ ദാൻ ഫസ്റ്റ് എപ്പിസോഡ്. ഓക്കെ, അത്രേ പറയാനുള്ളൂ. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് അഭിപ്രായം പറയുക ഗൈസ്. കൂടുതലൊന്നും ഇങ്ങനെ പറയാനില്ല. നാളെ കുറച്ചും കൂടെ അലമ്പൊക്കെ പ്രതീക്ഷിക്കുന്ന എപ്പിസോഡ് വരുമെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ്. അപ്പൊ ശരി.